കരയുന്ന കുട്ടിക്ക് പാല് കൊടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മുടെ നാട്ടില് ഈ നല്ല സർവീസ് കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് അബ്രോഡ് പോയി പഠിക്കണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇവരൊക്കെ നേരിടുന്ന മെയിൻ ഒരു ചാലഞ്ച് ഉണ്ടല്ലോ, അത് ശരിക്കും എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ പൈസ ഇതിനു വേണ്ടി കണ്ടെത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ക്വാളിഫിക്കേഷനും കാണും, പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ എവിടുന്ന് കണ്ടുപിടിക്കാം, ഇതിന് എന്തൊക്കെ വഴികളുണ്ട്, ഈ വഴികൾ ഉണ്ടായാൽ തന്നെ ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു ഡോക്യുമെന്റേഷനായി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്, ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച്. ഈ ഒരു ചലഞ്ചിനെയാണ് നമ്മൾ കയറി അങ്ങ് ഹിറ്റ് ചെയ്തത്. കാര്യം നമുക്കറിയാം നോർത്ത് ഇന്ത്യ സൈഡ്, കാര്യം നേരത്തെയൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ ഹൈദരാബാദ് റീജിയൻ അങ്ങനെ പറഞ്ഞ പല സ്ഥലത്തു നിന്നും ആയിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് കേരളത്തിൽ കുറേ ടീമുണ്ട്, കുറേ ടീം വന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എന്ന് മാത്രമല്ല, കേരള തമിഴ്നാട് നിൽക്കുന്ന എല്ലാവർക്കും ട്രസ്റ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ സൗത്ത് ഇന്ത്യ സൈഡിൽ സൗത്ത് ഇന്ത്യ അവർ കുറച്ച് പറയല്ലേ, കാര്യം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുമ്പോൾ കാര്യം പകുതി മുക്കാലും പേരൻസ് ലിറ്ററേറ്റ് ആയിരിക്കും, കാര്യം ഇംഗ്ലീഷ് വലിയ വശമില്ലാത്തവരായിരിക്കും. പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കാൻ ഇവർ കുറച്ച് കാര്യം നല്ല ക്ലൈൻ ബാക്കപ്പ് ഉണ്ടായിരിക്കും ഇവർക്കൊക്കെ. എത്ര ഇവർക്ക് ഈ മലയാളികളോടും തമിഴ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെയുള്ള കുട്ടികളാണ് നമ്മളുടെ ഒരു മെയിൻ ടാർഗറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടത് ഏതാ, കരയുന്ന കുട്ടിക്ക് പാല് കൊടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മുടെ നാട്ടില് ഈ നല്ല സർവീസ് കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സർവീസ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ധനതാ ഫണ്ട്സിൻ്റെയും എൻ്റെയും ലക്ഷ്യം.